ഹായ് ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ പരിചയപ്പെടുത്തിയ ഹിജാബ്, കട്ട് ചെയ്ത് വെച്ച ഹിജാബ് സ്റ്റിച്ച് ചെയ്ത് കളിച്ചു തരാണ്. അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ പീസുകളാണ്. 1, 2, ഇതൊരു പീസ്, ഇങ്ങനെ 2 പീസുകൾ, ഇതൊന്ന് നമ്മൾ ചെയ്യേണ്ട ഹിജാബിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ഒരു പീസിനെ അടിച്ച് മുറിച്ചെടുക്കുക. ഹിജാബ് ചെയ്യുമ്പോൾ മടക്കിയടിക്കുക. ഹിജാബ് അടിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെടുത്ത് ഈ പീസിനെ 4 ഭാഗം മടക്കിയടിക്കുക. 4 എൻഡും മടക്കി അടിച്ചു കൊടുക്കുക. ആ പീസിനെ മടക്കി അടിച്ചത് അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ഇനി 2 ചെറിയ പീസുകൾ എടുക്കുക. ചെറിയ 2 പീസുകൾ എടുത്തിട്ട് ആ 2 പീസിന് 4 മടക്കി നമുക്കൊരു വള്ളി പോലെ കുറച്ച് വീതി വേണേനോ ആ ഒരു രീതിയിൽ ആ വള്ളിനെ അടിച്ചുണ്ടാക്കുക. അടിക്കുന്നത് കാണാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 പീസിനെ അടിച്ചെടുക്കുക. മറക്കാനും നിൽക്കണ്ട, അടിച്ചെടുത്താൽ മതി. ഒരു വീതി ആവുക, അത് നോക്കുക. വീതി ഒപ്പമായിരിക്കണം. വീതി അങ്ങോട്ടും കൂടുതലും കുറവായി നിൽക്കരുത്, അത് ശ്രദ്ധിക്കുക. ഒരേ വീതിയിൽ അടിച്ചെടുക്കുക 2 പീസ്. ഇതുപോലെ 2 പീസിനെ അടിച്ചെടുക്കുക. ഇതുപോലെ 2 പീസ് അത് അടിച്ച് മറിച്ച് ഇങ്ങനെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ സെൻറ്ററൊന്നും മടക്കിയില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെൻറ്റർ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിനിങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ 2 പീസ് എടുക്കുക. 2 പീസിന് അടിച്ച് 3 സൈഡ് അടിച്ച് മറിച്ച് കൊടുക്കുക. അടിച്ച് മറിക്കും മുമ്പ് 2 മേൽഭാഗം, അതായത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം 2 പാർട്ടായിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതായത് മേൽഭാഗം ഒന്ന് മടക്കി അടിക്കുക, എന്നിട്ട് വേണം അടിച്ച് മറിക്കാനായിട്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാവുന്നതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ പ്രയാസമായി പോകും. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുക. എക്സ്പീരിയൻസ് ആയ പിന്നെ നമ്മൾ അതിലേക്ക് നിങ്ങൾക്ക് തന്നെ എങ്ങനെ ചെയ്യാവുന്നതാണ്. 2 മേൽഭാഗം നമ്മളിങ്ങനെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ 3 ഭാഗം ഇതിനെ അടിച്ച് മടക്കണം. 3 ഭാഗം ഇങ്ങനെ ഇത് തുണിക്കനുസരിച്ച് നമുക്കൊരു ഭാഗം ഫോൾഡ് ചെയ്ത്, അതായത് മടക്കിയിട്ട് തന്നെ തുണി കിട്ടും. ഇത് 2 ചെറിയ പീസുകൾ കൊണ്ടാണ് നമ്മൾ ഹിജാബ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ 3 സൈഡ് ജോയിന്റ് വന്നത്. എല്ലാത്തിനും ജോയിന്റ് വരില്ല. തുണിക്കനുസരിച്ച് അടിഭാഗവും 2 ഭാഗം ജോയിന്റ് ചെയ്യാതെ ഫോൾഡ് ചെയ്ത പീസ് തന്നെ കിട്ടും. ഇത് നമ്മൾ പീസ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട പീസ് അതിനു വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇത് കുറച്ച് നീളം വീതിയൊക്കെ കുറവായിരിക്കും, പീസ് അത്ര ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ അടിച്ച് മറിച്ചിട്ട് അടിഭാഗമാണ് ഒരു പോയിന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക.
രണ്ടറ്റവും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. മൂന്ന് ഭാഗം ഫോൾഡിങ് വന്നുകൊണ്ടാണ് ഈ പോയിന്റിന് ഒരു വ്യത്യാസം വന്നത്. ഈ ഭാഗം ഫോൾഡിങ് ചെയ്യാതെ തന്നെ നമുക്ക് തുണി ഡബിൾ ഇട്ട് മടക്കാൻ കിട്ടുന്നതാണ്. തുണി ഇനി ശ്രദ്ധിക്കുക, ഇതാണ് ഇപ്പോൾ ഹിജാബിന്റെ ഒരു ഭാഗം. ഇനി നമ്മൾ സാധാ ഹിജാബ് മതി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ അറ്റത്ത് ഇവിടെ ഇങ്ങനെ വെച്ചടിച്ച് പിടിപ്പിക്കുക. ഇവിടെ അടിക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, കഴിക്കാനുള്ളതാണ്. സാധാ ഹിജാബ് എല്ലാവരും കാണാം. ഇത് നമുക്ക് ഇങ്ങനെ വെക്കുക, വെച്ച് കെട്ടാം. ഇത് സാധാ ഹിജാബ്. ഇനി നമ്മൾ ഇതിനെ സാധാ ഹിജാബ് മതി എന്നുണ്ടെങ്കിൽ ഇത് മതി, ഇല്ലെങ്കിൽ ഇതിനെങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതിന് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ കഷ്ണം അലാസ്റ്റിക് വേണം. നമ്മൾ അലാസ്റ്റിക് രണ്ട് ചെറിയ കഷ്ണം അലാസ്റ്റിക് കൂടെ എടുക്കുക. ചെറിയ കഷ്ണം മതി, 1 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഒരു 1.5 ഇഞ്ചായിട്ട് കണക്കാക്കിയിട്ട് രണ്ട് ചെറിയ ഇതുപോലെ രണ്ട് ചെറിയ കഷ്ണം അലാസ്റ്റിക് എടുക്കുക. ഇത്രയേ ഉള്ളൂ, വേണ്ടിയുള്ളൂ. ചെറിയ പീസ് മതി പ്ലാസ്റ്റിക്. ഇതുപോലെ രണ്ട് ചെറിയ കഷ്ണം ഇതുള്ളൂ, രണ്ട് ചെറിയ കഷ്ണം അലാസ്റ്റിക് എടുത്തിട്ട് ഇതിനാണ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ഉള്ളിലോട്ട് തള്ളി കൊടുക്കുക. എന്നിട്ട് അലാസ്റ്റിക്കിന് വെച്ചിങ്ങിട്ട് അടിക്കുക. നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അലാസ്റ്റിക് പെട്ടെന്ന് പൊട്ടിപ്പോരുന്നുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സൂപ്പറായാലും അത് ഇവിടെ നിൽക്കുള്ളൂ. അതിനനുസരിച്ച് കൊടുക്കുക. നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റംസ് ആണ്. വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്. ഇനി ഇതിനെ കണക്കാക്കിയിട്ട് സെൻറ്ററിൽ ചോക്ക് പിടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിനെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സെൻറ്റർ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനൊന്നും ആവശ്യമില്ല. ഒരു ടേപ്പ് എടുത്ത് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത പോലെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 8 4 പോയിന്റ്. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കണക്കാക്കി വെക്കുക. ഇതിനനുസരിച്ച് ഈ എലാസ്റ്റിക് അനുസരിച്ച് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇതിങ്ങനെ അടിച്ചു പോരുക. അതായത് ഇതിനെ അടിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ചെറിയ പീസ് എടുത്തത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് കയറ്റി കൊടുത്തോളി. നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. പെട്ടെന്ന് പൊട്ടിപ്പോരരുത്. കുട്ടികളൊക്കെ വലിച്ചൊരു വരിക്കൊന്നും പോരാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. നമ്മളെ മാർക്കിങ് ഞാൻ പറഞ്ഞത് അതിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഇല്ലെങ്കിൽ ചോദിക്കുക. ഈ മാർക്കിൻ്റെ ഉള്ളിലേക്ക് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ മാർക്കിൻ്റെ അളവിനെ കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ നമുക്ക് എലാസ്റ്റിക് ഒരു 1/2 ഇഞ്ച്, അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് വരാനും പാടില്ല. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ പുറത്തേക്ക് നിന്നാൽ മതി. അവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഇല്ലാത്ത പോലെ മറ്റു ഭാഗം നമ്മൾ എടുത്ത് വെച്ച ഭാഗത്ത് ഈ എലാസ്റ്റിക്കിന് അതേ ഇതിൽ മതി. ഇവിടെ 1/2 ഇഞ്ച് കഷ്ടി 1/2 ഇഞ്ചാണ്. അപ്പോൾ അതേപോലെ തന്നെ മതി. ബാക്കിയുള്ളത് ഉള്ളിലോട്ട് തള്ളിയിട്ട് കൊടുക്കുക. രണ്ട് ഭാഗം ഒരേ രീതിയിൽ അടുത്ത നമ്മൾ ബാക്കിയുള്ള ഇനി ഒരു പീസാണുള്ളത്. ആ ഒരു പീസിന് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ എൻഡിലോട്ട് തള്ളി കയറ്റി കൊടുക്കുക, അടിച്ചിട്ട് കൊടുക്കുക. മോഡൽ ഹിജാബ് റെഡി. ഇതാണ് ഒരു ഹിജാബ്. ഇതിങ്ങനെ കെട്ടാൻ അങ്ങനെ കാണില്ല. ഇത് മേലേക്ക് കെട്ടാനുള്ളതാണ്. കണ്ണ് മാത്രം പുറത്ത് വരുന്നുണ്ടോ ഹിജാബ്.
ഞാൻ ഹിജാബ് കെട്ടിയിട്ട് തന്നെ ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധാ ഹിജാബ് ഇവിടുന്ന് ഈ ഒരൊറ്റ കെട്ട് ഇങ്ങനെ വരുള്ളൂ. ഇത് കണ്ടോ പട്ട പോലെ വരുന്നത് അലാസ്റ്റിക് പോലെ. നമുക്ക് ഇത് കാറ്റൊക്കെ കൊള്ളുമ്പോൾ ഇതിനാണ് നമ്മൾ അലാസ്റ്റിക് കൊടുത്തത്. ഇത്തിരി കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു വെക്കാവുന്നതാണ് ഹിജാബ്. നമ്മുടെ ഫേസ് കാണും, ഫേസ് കാണേണ്ടതാണെങ്കിൽ ഇങ്ങനെ കയറ്റി. എങ്ങനെയുണ്ട് ഐറ്റംസ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയുമായി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളും അറിയിക്കുക.